കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഒരിക്കൽ മുത്ത് നബിയും കൂട്ടുകാരും ഒരു യാത്ര പോവുകയായിരുന്നു. അപ്പോൾ ആരോ ഒരു കിളിക്കൂട് കാണുകയും അതിലെ 2 കുഞ്ഞു കിളികളെ തട്ടിയെടുക്കുകയും ചെയ്തു. അവരെ തേടി വന്ന അമ്മക്കിളി സ്വഹാബികളുടെ ചുറ്റും വട്ടമിട്ട് പറന്നു. അത് കണ്ടപ്പോൾ സങ്കടത്തോടെ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ അമ്മക്കിളിയെ വേദനിപ്പിച്ചത്? നിങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു നൽകൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം കൂട്ടുകാരെ? നമ്മൾ ഒരു ജീവിയെയും വേദനിപ്പിക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടമായില്ലേ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ദിവസം ഉമർ എന്ന കുഞ്ഞുമോൻ മുത്ത് നബിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ മുത്ത് നബി പറഞ്ഞു, മോനെ, നീ ബിസ്മി ചൊല്ലണം, വലത് കൈകൊണ്ട് തിന്നുകയും വേണം. മുത്ത് നബി പറഞ്ഞതുപോലെ നമുക്കും ചെയ്യാം, അല്ലേ? അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഒരു കൊച്ചു കഥ പറയട്ടെ. ഒരിക്കൽ മുത്ത് നബിയോട് ഒരാൾ ചോദിച്ചു, ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം ഏതാണ്? അപ്പോൾ മുത്ത് നബി എന്താണ് പറഞ്ഞതെന്ന് അറിയണ്ടേ? ആഹാരം നൽകുകയും എല്ലാവരോടും സലാം പറയുകയും എന്നാണ്. മുത്ത് നബി പറഞ്ഞതുപോലെ നമുക്കും എല്ലാവരോടും സലാം പറയാൻ ശീലിക്കാം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നിങ്ങൾ കളിക്കുമ്പോൾ വരിവരിയായി പോകാറുള്ള ഉറുമ്പുകളെ കാണാറില്ലേ? നിങ്ങൾ അവയെ ഉപദ്രവിക്കാറുണ്ടോ? എങ്കിൽ നമുക്കൊരു കഥ കേൾക്കാം. ഒരിക്കൽ മുത്ത് നബിയും കൂട്ടുകാരും ഒരു യാത്ര പോയപ്പോൾ ഉറുമ്പുകളുള്ള ഒരു സ്ഥലം സ്വഹാബികൾ കത്തിച്ചു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഇവയെ കരിച്ചത്? തീ കൊണ്ട് കരിക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം കൂട്ടുകാരെ? നാം എല്ലാ ജീവികളോടും കരുണ ചെയ്യണം. നിങ്ങൾക്ക് കഥ ഇഷ്ടമായില്ലേ? അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയട്ടെ. ഒരു ദിവസം ഒരു ഉപ്പ നുഅ്മാൻ എന്ന കുഞ്ഞുമോനെയും കൂട്ടി മുത്ത് നബിയുടെ അടുത്ത് ചെന്നു. ബാപ്പ മകന് നൽകിയ സമ്മാനത്തെക്കുറിച്ച് മുത്തുനബിയോട് പറഞ്ഞു. മുത്തുനബി ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ എല്ലാ മക്കൾക്കും ഈ സമ്മാനം നൽകിയോ? ഇല്ലെന്ന് ബാപ്പ മറുപടി പറഞ്ഞു. അപ്പോൾ മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ എല്ലാ മക്കളെയും ഒരുപോലെ നോക്കണം. അത് കേട്ടതും വീട്ടിലെത്തിയ ബാപ്പ ആ സമ്മാനം തിരിച്ചു വാങ്ങി. ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ എല്ലാ മക്കളെയും ഒരുപോലെ നോക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായില്ലേ? അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമുക്ക് ചുറ്റും ധാരാളം പാവപ്പെട്ട ആളുകളില്ലേ? അവരെ കുറിച്ചൊരു കഥ പറയാം. ഒരിക്കൽ മുത്ത് നബിയുടെ ഒരു സ്വഹാബി ഞാൻ കുറച്ച് ഉഷാറാണെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ മുത്തുനബി പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു സഹായവും സൗകര്യവും നൽകുന്നത് ഈ ലോകത്ത് പാവപ്പെട്ട ആളുകൾ ഉള്ളത് കൊണ്ടാണ്. കൂട്ടുകാരെ, ഇപ്പോൾ മനസ്സിലായില്ലേ? പാവപ്പെട്ട ആളുകളെ കളിയാക്കരുതെന്ന്. അവരെ സഹായിച്ചാലേ നമുക്കും വിജയിക്കാനാവൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ ഒരാൾ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഒരു കഥ പറയാം. മുത്തുനബിയുടെ പള്ളിയിൽ ഒരാൾ മൂത്രമൊഴിച്ചു. അപ്പോൾ എല്ലാവരും അയാളെ തടയാൻ വേണ്ടി എഴുന്നേറ്റു. പക്ഷേ മുത്തുനബി പറഞ്ഞു, നിങ്ങൾ അയാളെ വിട്ടേക്കൂ. അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആരെയും പ്രയാസപ്പെടുത്തരുത്. നോക്കൂ കൂട്ടുകാരെ, മുത്തുനബി പള്ളിയിൽ മൂത്രമൊഴിച്ച ആളോട് പോലും ഇങ്ങനെയാണ് പെരുമാറിയത്. നമുക്കും ഇങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങൾ ശീലിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.